സർക്കാർ ആശുപത്രി വരാന്തയിൽ മുഴങ്ങിക്കേട്ട ഒപ്പാരികളൊക്കെയും ഏതു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പ്രതിശ്രുത വധൂവരന്മാർ, അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ റോഡിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു. അടുത്ത മാസം കരൂരിലെ വീട്ടിൽ ഒരു കല്യാണപ്പന്തൽ ഒരുങ്ങേണ്ടതായിരുന്നു. അവിടെ വധൂവരന്മാരായി പുതിയ ജീവിതത്തിലേക്ക് കിടക്കേണ്ട ആകാശും ഗോകുലശ്രീയും ഇന്ന് ചേതനയേറ്റ് ആ വീട്ടിലേക്കെത്തും. ജീവിതത്തിൽ ഒന്നിക്കുന്നതിനു മുന്നേ മരണം അവരെ ഒന്നിപ്പിച്ചു. തങ്ങളുടെ പ്രിയതാരത്തെ നേരിൽ കാണാൻ കരൂരിലെത്തിയതായിരുന്നു ഇരുവരും. കരൂരിലാണ് റാലി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബന്ധുക്കൾ അവരെ പോകാൻ അനുവദിച്ചത്. അറിയാവുന്ന ഒരാളുടെ വീടിന് മുകളിൽ നിൽക്കാമെന്ന് പറഞ്ഞാണ് അവർ പോയത്. തിക്കിനും തിരക്കിനുമിടയിൽപ്പെട്ട് മരണത്തിലേക്ക് പോകുമ്പോൾ അവർ ഒന്നിച്ചായിരുന്നു. ആളുകൾ അവരെ ചവിട്ടിയരച്ചുവെന്ന് അമ്മ അലമുറയിട്ട് കരഞ്ഞു. வந்துடுறோம் நாங்க திருப்பி ஒரு அரை மணி நேரம் கமிச்சு பார்த்தா ஒண்ணுமே இல்லம்மா, போனமா கிடக்குது. என் பிள்ளையும் என் மாப்பிளையும் போயிட்டாரு. അടുത്ത മാസം കല്യാണം. മക്കൾക്കൊപ്പം വിജയെ കാണാനെത്തിയതായിരുന്നു ഹേമലത. എന്നാൽ സായി ജീവയ്ക്കും സായി ലക്ഷ്മണയ്ക്കുമൊപ്പം ചേതനയേറ്റാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഏഴൂർ പുത്തൂർ സ്വദേശിനി പ്രിയദർശിനിക്കും മകൾ 14കാരി ധരണിക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. ഇങ്ങനെ എത്രയെത്രയോ നിരപരാധികളായ മനുഷ്യരാണ് ആരുടെയൊക്കെയോ പിടിപ്പുകേടുകൾ കൊണ്ട് ഇല്ലാതായത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.